ഹായ് ഓൾ അസ്സാം വലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കുടിക്കുന്നത് ചായ അല്ല കോഫിയാണ്. ഇന്നൊരു കോഫി കുടിക്കാനുള്ളൊരു മൂടായി. അങ്ങനെ ചെറിയ പാക്കറ്റില്ല കോഫീൻ്റെ ആ ബ്രൂവിൻ്റെ അത് വേണ്ടിയിട്ടുണ്ടായി. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി സ്ട്രോങ്ങിലൊരു കോഫി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കോഫിയല്ലേ ഈ ക്ലാസ്സില്ലേ ഞാൻ ഉംറയെന്ന് വീട്ടിൽ വരുമ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലാസ്സും പിന്നെ വേറൊരു ക്ലാസ്സും വേണ്ടിയിട്ടുണ്ടായി. ഓരിങ്ങനെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടാകുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ എല്ലായിടത്തേക്കും കൊണ്ടുപോകില്ല കാണിക്കാനല്ലോ. ഓരോ ക്യൂട്ട് സാധനം കാണുമ്പോൾ ഇങ്ങനെ സഹിക്കാനില്ല. അങ്ങനത്തെ ഒരു ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാനിന്ന് കുറച്ചെന്തെല്ലാം ഞാനൊരു വേണ്ടിയിട്ടുണ്ടായി. പക്ഷേ അതേതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്ന കൊണ്ടുവന്ന ഐറ്റംസ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഫ്രണ്ടിലുള്ള കമ്പൗണ്ടില്ലേ, ഫ്രണ്ടിലല്ല ബാക്ക് സൈഡ് കെട്ടാൻ ബാക്കിയുണ്ടായി. അങ്ങനെ അത് പണ്ടത്തെ 100 കൊല്ലം അപ്പുറത്തെന്തോ മറ്റേ കാട്ടുപേരയില്ലേ അതാണ് ഉണ്ടാഞ്ഞത്. അതിലിങ്ങനെ പൊളിക്കണം വെച്ചിട്ട് എല്ലാത്തിനും അതിന് സമയമില്ലേ, അങ്ങനെ സമയമായിട്ടുണ്ടായില്ല. അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ആണ് അതിനെ സെറ്റാക്കുന്നത്. അങ്ങനെ ഫ്രണ്ടിൽ ഇത് ഇച്ചാണ്ട് ബാബീൻ്റെ കമ്പൗണ്ടാണ് ഫ്രണ്ടിൽ. അപ്പോൾ അതങ്ങനെ വന്നിട്ട് ബാക്കിലേക്ക് എത്തുന്ന എൻ്റെ കമ്പൗണ്ടിലേക്ക്. അങ്ങനെ അതും ഇതും രണ്ടും ഒന്നിച്ചിട്ട് കെട്ടാലിട്ടില്ലേ, അങ്ങനെ അതിൻ്റെ പണി എടുക്കുന്നുണ്ട്. ഇപ്പോൾ JCB വന്നിട്ട് സ്റ്റാർട്ടായി. അപ്പോൾ ആ കാട്ടുകല്ലെല്ലാം എടുത്തിട്ട് മാറ്റുന്നുണ്ട്. അപ്പളേക്കാടുള്ള കറിവേപ്പ്, മുരിങ്ങ, മറ്റേ കുരുമുളക്, പിന്നെ മറ്റേ ചക്ക വാങ്ങാനില്ലെങ്കിൽ ഓരോന്നോരോന്നുണ്ടായി. അതെല്ലാം ഓരോന്നോരോന്നെല്ലാം ക്യാൻസലാക്കി എടുത്തിട്ട് അങ്ങോട്ട് വേസ്റ്റിലിട്ട് ഓരോന്നിനും ഇച്ചെടുത്തിട്ട് തൈ നടന്നിയും ഇതാക്കുന്നെല്ലാം ഉണ്ടായി. വേറെ തന്നെ ഈ ചക്ക അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ്. ഈ ഫ്രൂട്ട്സ് എല്ലാം നടന്നിയും പിന്നെ റംബുട്ടാന്, ഡ്രാഗണ്, മറ്റേ തൈ മറ്റേ ഇതിലെന്താ കവുങ്ങ്, കറിവേപ്പ് എന്തെല്ലാം തൈയുണ്ട്. ചിലത് മുട്ടപ്പായം, ചക്കപ്പായം, പിന്നെ ചിക്ക്, പിന്നെ ആ മുട്ടപ്പായം എന്നിട്ട് അറിയാം മഞ്ഞൊരു മുട്ടൻ്റെ കാമ്പ് പോലെ. അതിൻ്റെ സ്മെല്ല് ഒരാൾക്ക് ഇഷ്ടമില്ല, ഒരാൾ ഭയങ്കരത്തിലാക്കുന്നു. വന്നിട്ടാകുമ്പോഴല്ലോ എല്ലാവരും വന്നിട്ട് കൊണ്ടുപോയി ഞാൻ തിറ്റാകുമ്പോൾക്ക്. പിന്നെ മറ്റേ ഓറഞ്ച് ഉണ്ട്, അതിന് പുഷ് ഓറഞ്ച്, മറ്റേ വേറൊരു നീളത്തിൻ്റെ ഓറഞ്ച്, എന്തെല്ലാം തൈയുണ്ട്. ചക്ക ഇങ്ങനത്തെ കൃഷീൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ എല്ലാം തൈ കളക്ട് ആക്കുന്നതും അതിനെ നടന്നിയും അതിലേക്ക് ഇട്ട് പൊടി ഇടുന്നതും അതിലേക്ക് മറ്റേ 18 എന്തെല്ലാം കൊണ്ടുവന്നിട്ട് ഇടും. അങ്ങനത്തെ എല്ലാം ഒരിതാണ് ചാക്ക്. പിന്നെ അവിടെ നെല്ലിക്ക ഉണ്ട്, പപ്പായ ഉണ്ട്, എല്ലാ സംഭവം പക്ഷേ ഒരു വക എല്ലാം ഉണ്ട്. അങ്ങനെ അങ്ങോട്ടൊന്ന് JCB പൊളിച്ചിട്ട് ഇപ്പം എൻ്റെ ബാക്ക് സൈഡ് എത്തിയിട്ടുണ്ട്. എൻ്റെ ഈ വർക്ക് ഏരിയയില്ലേ ഇപ്പോൾ കിട്ടിയ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ കാട്ടുകല്ലുള്ള വരെയാണ്. അത് നമുക്ക് അതിൽ പോകുമ്പോൾ ഇതാക്കുമ്പോൾ എന്നൊരു ഇതാണ് എന്ത് ഈ പാമ്പ് അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഉണ്ടാവും എന്നിട്ട്. അപ്പോൾ പുതിയൊരു കമ്പൗണ്ടായി പിന്നെ ആ ഒരു പ്രശ്നമില്ല എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കെട്ടാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ JCB തന്നെ 2 ദിവസം ഉണ്ടായി നല്ല വാങ്ങല പണിയെടുത്തിട്ട്. അപ്പോൾ നോക്കിയാൽ എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള മരങ്ങളും കാടും ഇത് നല്ലതാണ് എടുത്തത്. അത് ഈ JCB വന്നിട്ടാകുമ്പോൾ നോക്കിയാൽ എല്ലാ ഒരു ദിവസം കൊണ്ട് നിരത്തിയിട്ടിട്ടെറിഞ്ഞാൽ ഒരു ഒന്നല്ല അതിൻ്റെ കൈൻ്റെ കൊടിയോട്. അങ്ങനെ കുറേ നേരം JCBനെല്ലാം നോക്കിയിട്ടിരുന്നെങ്കിൽ ശരിയാവല്ലോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ ബാബിയും ഉണ്ട്, ചേച്ചിയും ഉണ്ട്, ഞാനുണ്ട്, പിന്നെ ഇന്ന് ഏട്ടത്തി ഉണ്ടായിരുന്നു തോന്നുന്നു, ഏട്ടത്തിയും മോളാന്തോ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് വലിയ ഓർഡർ തന്നെ ഉണ്ടായി. അങ്ങനെ എല്ലാം ബാച്ചായിട്ട് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഫുൾ ചിക്കൻ ഉണ്ടായി. അപ്പോൾ അവർക്ക് കുറച്ച് ജ്യൂസി ആയിട്ട് വേണമല്ലേ. ഞാനൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ അതിനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ആവി കയറ്റിയത് കുക്കറിൽ വെച്ചെടുത്ത്. അപ്പോൾ അതിൻ്റെ മസാല ഇല്ലേ, ആ മസാല എല്ലാം ഒന്ന് തിളപ്പിച്ചിട്ട് അതിലെല്ലാം ഒന്ന് ഇങ്ങനെ ടിപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കഴിക്കുമ്പോഴേക്കില്ലേ നല്ല എരിവും പുളിയും എല്ലാം വന്നിട്ടില്ല, നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ. ഞാൻ ഇതിൻ്റെ റെസിപ്പി എടുത്ത് തന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇൻസ്റ്റയിൽ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. മസാലവർക്ക് ഭയങ്കര അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് പറയാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഉപ്പും എരിവും പുളിയെല്ലാം ഉള്ളതുകൊണ്ട് നല്ല ലൈക്കായിന്. പിന്നെ ഹോട്ടലിലെല്ലാം വേഗം ഇങ്ങനെ ഒരു ചപ്പ പോലെ നമ്മൾ ഇപ്പോൾ ഒരേലാക്കുമ്പോൾ പെണ്ണുങ്ങൾ അതിന് ഉപ്പും പുളിയും എരിവും എല്ലാം ആയിട്ട് ആ ഒരു ഇലെന്നല്ല എന്താ ഉണ്ടാക്കും. അങ്ങനെല്ലാം മസാല അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അവർ മുമ്പേ എന്നോട് വേങ്ങും, ഇപ്പോഴും മസാല അവർക്ക് എന്താ ഫങ്ഷൻ പാർട്ടി എല്ലാം ഉണ്ടെങ്കിൽ നമ്മളോട് തന്നെയാണ് വേങ്ങൽ. അങ്ങനെ മസാല ഇത് കുറേ ഐറ്റംസ് ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിന് ഹെൽപ്പാക്കാൻ. പിന്നെ നമുക്ക് ഹെൽപ്പിനില്ല 3 ചേച്ചിമാരുണ്ട് സ്ഥിരമായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് വലിയ ഓർഡർ അങ്ങനത്തെ പെരുന്നാളിൻ്റെ ആ ഒരു ടൈമിനല്ല ഞാൻ 3 ചേച്ചിമാരെയും വിളിക്കും. പിന്നെ ബാബിയും ഉണ്ടാവും, ഞാൻ അങ്ങനെ എല്ലാവരും ഉണ്ടാവും. പക്ഷെ ചെറിയ സാധാരണ ഓർഡറെങ്കിൽ
ഭാബിയും ഞാൻ പിന്നെ ചേച്ചിയും ക്ലീനാക്കാൻ അങ്ങനെയല്ല അങ്ങനത്തെയാണ് അവസ്ഥ. അപ്പോൾ അത് അവർക്ക് രാത്രി കൊണ്ടുപോയിട്ടായിട്ട് പിറ്റേ ദിവസം അവർക്ക് വേണമെന്നിട്ടില്ലേ അങ്ങനെ കുറച്ച് പുഡിങ് മറ്റേ വെള്ളപ്പം പുളിവാളം പൊറോട്ട പിന്നെ എന്താ പറയുക കൽത്തപ്പം അങ്ങനത്തെ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം കൊണ്ടുപോയതിന് ശേഷം പിന്നെ ഇത് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാന്ന് ഓർമ്മയില്ല പെട്ടെന്നൊരു അർജൻറ്റ് അച്ചാർ വേണമെന്നിട്ട് അങ്ങനെ അച്ചാറിൻ്റെ എല്ലാം മിക്സ് ഞാൻ റെഡിയാക്കി. ഞാനിപ്പോൾ അച്ചാറിനില്ല ഞാൻ മാങ്ങ എല്ലാം എടുത്തിട്ട് ഉപ്പിലിട്ടിട്ട് കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കിനും ആരെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് അപ്പോഴേക്ക് പിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇടിയപ്പം പാലുണ്ട്. ഇതെല്ലാം ഒരു ദിവസത്തെ വീഡിയോ ഒന്നുമല്ല ഞാൻ കുറേ ദിവസത്തെ വീഡിയോ തന്നെ ഒന്നിച്ചിട്ടാക്കിയിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചതാണ്. അപ്പോൾ അതാ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി കുറേ ആൾ ചോദിക്കുന്നുണ്ട്. കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുമുണ്ട്. പിന്നെ കൽത്തപ്പത്തിൻ്റെ അരി എല്ലാം അരക്കുമ്പോൾ ഇല്ലേ കുറച്ച് നെയ്ച്ചോറുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി മിക്സ് ആക്കിയിട്ടെല്ലാം അരക്കണം. എന്നിട്ടായിട്ട് തേങ്ങ ചോറ് ഉള്ളിയെല്ലാം ഇട്ടിട്ട് അരച്ചിട്ടതിന് ശേഷം കൂട്ടുമ്പോൾ അങ്ങനെ ഉള്ളി കുറച്ച് കട്ടാക്കിയിട്ട് ഇടാം. പിന്നെ ഫ്രൈ പാനിൽ കൂട്ടുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ വയ്ക്കുക. നമ്മൾ സാധാരണ ഓയിലിനായിട്ട് ഡബിൾ വയ്ക്കുക. നല്ല വാങ്ങൽ എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല ഇങ്ങനെ പൊക്ക പോകുന്ന പോലെ ആകുമ്പോഴേക്ക് ചൂടോടെ ഈ ബാറ്ററിനെ കൂട്ടി കൊടുക്കണം ഞാൻ. അപ്പോൾ സൈഡെല്ലാം നല്ല ഇങ്ങനെ ബോൾസ് ആയിട്ട് വരുന്നത് ഞാൻ മംഗലത്തിൻ്റെ എല്ലാം കാണുന്ന കൽത്തപ്പയില്ലേ അതുപോലെ ആയിട്ട് വരുന്നത്. അങ്ങനത്തെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായി കൽത്തപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചൂടുന്ന കൽത്തപ്പം. അപ്പോൾ ഓർക്ക് തന്നെ അല്ല ഇത് വേറെ ഇത് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടായിട്ടുള്ള വേറെ ഇത് പുഡിങ് അവർക്ക് ഇങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ബൗളിൽ കൂട്ടിയിട്ട് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് അതിനെ ഫ്രീസറിൽ മാറ്റി വെച്ച്. പിന്നെ അവർക്ക് മട്ടൻ്റെ എന്താ ഇത് പേര് മറന്നു മട്ടൻ എന്തുകൊണ്ട് മറന്നിപ്പോൾ അത് വേണമെന്നിട്ട് അങ്ങനെ മട്ടനെല്ലാം ഒന്ന് വേവിച്ചതിന് ശേഷം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇഫ ചിക്കൻ ഉണ്ടായിന് അതും അപ്പുറത്തൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിൽ ചിക്കൻ വെച്ചിട്ട് കളിയാൻ ഞാൻ ഒരു ദിവസത്തെ ഓർഡർ ആ ചിക്കന് മറ്റേ ചിക്കൻ എന്നിട്ട് അങ്ങനെ എല്ലാം അൽഹംദുലില്ലാ ഒരു ബാച്ചായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ന്യൂഡിൽസിൻ്റെ അങ്ങനെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് മുട്ട കുറിച്ചാക്കിയിട്ട് ഒന്ന് ഇടണ്ടി. മുട്ട ഒന്ന് ജസ്റ്റ് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ചെള്ളിയിട്ട് ഒന്ന് പൊടിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതാണ്. അപ്പോൾ അതും അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മഷാ അല്ലാ അൽഹംദുലില്ലാ. അങ്ങനെ എല്ലാവരും ഓരോന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് എന്നിട്ട് ഒരാൾ അങ്ങനെ അറിവില്ല മറിക്കുന്നുണ്ട്. ഗ്ലൗസ് നമുക്ക് ഇട്ടിട്ട് ഭേദമില്ലാത്തതുകൊണ്ട് തന്നെ ഇടാനൊരു കംഫർട്ടാകുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. അതെന്താ ഇങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം ഇപ്പോൾ മഷാ അല്ലാ ഇൻസ്റ്റാലോയിലെല്ലാം കണ്ടിട്ട് ഭയങ്കരത്തിൽ ഓർഡറിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഗ്ലൗസ് വേണം. മറ്റേ ആ തൊപ്പിയില്ലേ ഗ്ലൗസിൻ്റെ ഡിസ്പോസ് തൊപ്പി അതും ഇതെല്ലാം വേണം. അതുകൊണ്ട് ഞാൻ ബൾക്കായിട്ട് തന്നെ ഒന്ന് ഓർഡർ ആക്കിയിട്ടുണ്ട്. മീഷോയിൽ കിട്ടിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ അത് അതിൻ്റെ ക്യാപ്പും ഈ ഗ്ലൗസും നല്ല ചെല്ലിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ മഷാ അല്ലാ ഓർഡറിൽ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആളെല്ലാം കുറച്ച് കൂടുതലെല്ലാം ആക്കിയിട്ട് ഡെയിലി സെറ്റാക്കിയിട്ട് വെക്കണം. മഷാ അല്ലാ ഇൻഷാ അല്ലാ അങ്ങനെ. അപ്പോൾ ഇതാ ചിക്കനെല്ലാം റെഡി ആയിന്. അപ്പോൾ ഇഫ ചിക്കൻ്റെ മസാല ഞാനിതാ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടില്ലേ കൂട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും ചെയ്യുന്നെങ്കിൽ സ്റ്റൗ ടോപ്പിലേക്ക് തന്നെ ഇത് കൂട്ടേണ്ടിയിരുന്നു. പക്ഷേ ഇത് കുറേ ഉണ്ട് കൊടുക്കാൻ. ഇഫ ചിക്കൻ്റെ ബാറ്ററിയിൽ മറ്റേ ഫ്രഷ് ക്രീം പിന്നെ ചീസ് പിന്നെ എന്താ എന്തെല്ലാം ഇട്ടിട്ട് വെച്ചത്. അതിന് ശേഷം ആരോ കമൻറ്റിൽ ചോദിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രത്തിലാണ് കൊടുക്കുന്നതെന്നല്ലോ. ഉണ്ടാക്കുന്നത് നമ്മൾ ചട്ടിയിലാണ്. പക്ഷെ ഡെലിവറി ആക്കുമ്പോൾ മറ്റേ സ്റ്റീലിലും കൊടുക്കും അലുമിനിയത്തിലും കൊടുക്കും. അപ്പോൾ 2, 3, 4 ഓർഡറിൽ ഒന്നിച്ചിട്ട് നമുക്ക് വരുമ്പില്ലേ പാത്രത്തിന് ഷോർട്ടാവും. അപ്പോൾ ലാസ്റ്റ് പ്ലാസ്റ്റിക്കിൽ കയറ്റി കുറഞ്ഞാൽ പ്ലാസ്റ്റിക് നല്ലതല്ല പക്ഷെ ചൂടല്ല. നമ്മൾ ചൂടല്ല അറിയുന്ന ശേഷം അങ്ങനല്ലേ കൊടുക്കുന്നത്. പിന്നെ അതെല്ലാം ഓർഡറിൽ കൊണ്ടുപോയിട്ടായിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കലാണ്. വെള്ളൻ്റെ ബാക്കിയും സംഭവങ്ങൾ പിന്നെ നമ്മളെ ചോറും കറിയും അതും ഇതും നിലയാണെങ്കിൽ എല്ലാം വെച്ചിട്ട് ഒരു കലാശപ്പെട്ട് ഫുഡ് അടിയാണ് ലാസ്റ്റ്. പിന്നെ നമുക്ക് ഈ ഫുഡ് ഇതും കണ്ടിട്ടില്ലേ തിന്നാനൊരിതാന്നില്ല കാണിച്ചാൽ പിന്നെ ഒരു പിടിഞ്ഞ പോലെയാണ്. പക്ഷേ തിന്നാറിയില്ലല്ലോ പിക്കല്ലേ അങ്ങനെ എല്ലാവരും തിന്നിട്ട് പിന്നെ കുളിയ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറം പോയത്. പിന്നെ വന്നതില്ലേ രാത്രി ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞാൽ അടുത്തോളം പിന്നെ കിച്ചണിലോട്ട് കയറിയില്ല. പിന്നെ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ്. വേറെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു ഒരു ഉസ്താദിന് ചോറിൻ്റെ ഒരു വീഡിയോ. ഉസ്താദിൻ്റെ ചോറിൻ്റെ കുറേ ആൾക്ക് ഡൗട്ടുണ്ട് എങ്ങനെ കൊടുക്കുന്നത് അത് ഓറ് തന്നെ ഇത് കൊടുക്കണം അത് കൊടുക്കണം ചെല്ലുന്ന അതെന്താ നിങ്ങളോട് അങ്ങനെ എല്ലാം കുറേ ആൾക്ക് ഡൗട്ടുണ്ട്. ഉസ്താദിന് ചോറിന് ഓറ് അത് കൊടുക്കണം ഇത് കൊടുക്കണമെന്ന് ചെല്ലല്ല. ഓറ് ഉസ്താദിക്ക് ചോറ് കൊടുത്തിരുന്നു മാത്രം ചെല്ലും. എന്ത് കൊടുക്കുന്നില്ല ഞാൻ എന്നെ തീരുമാനിച്ചിട്ട് കൊടുക്കലാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉച്ചക്ക് അധികം ഞാൻ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ഇത് നമ്മൾ എന്താ പറയുക ഓർഡറെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച്
ഇടയിൽ മുത്തമ്മാൻ്റെ മോന് ഇപ്പോൾ പുത്തൂർ ഒരു ഷോപ്പ് തുടങ്ങിന്. പുത്തൂർ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് ഓർമ്മയില്ല, അവിടെ എന്ന് വെച്ചല്ല. അപ്പോൾ അടുത്തേക്ക് നമ്മളെല്ലാവരും ഒന്ന് പോയിട്ടുണ്ടായി. ബദ്രിയ തട്ടുകട ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ ബദ്രിയാനഗർ, അതിപ്പോൾ ചൗക്കി ഓർ പുത്തൂറുടെ എൻ്റെ ഇടയിലിടയിൽ പറയാവേ ആടെ തുടങ്ങിന്. അപ്പോൾ കുറേ സൈ നമ്മൾ പോകണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് വന്നതാണെന്ന് ഒന്ന് ജസ്റ്റ് ഷോപ്പ് കാണാനും എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും വന്നിട്ട് വെയിറ്റ് ആക്കുന്നതുണ്ട്. ഞാനും മക്കള്, ഏട്ടത്തി മക്കള്, അനിയത്തി മക്കൾ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഒരു വകപ്പിള്ളമാരെല്ലാം മഷാല്ല. അങ്ങനെ ഫസ്റ്റ് പോയപാട് ഞമ്മ അന്തിച്ചാന്ന് പറഞ്ഞ പേര്, അന്തിച്ച അവൽ മിൽക്കെല്ലാം കൊണ്ടു തന്ന്. പിന്നെ എന്തെല്ലോ ഫുഡ് കൊണ്ടുവന്നു, പൊറോട്ട, കീമ പാവ്, ബോംബെ കീമ, ബീഫ്, നല്ല വരട്ടിയതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കാം. ജസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡെല്ലാം. കീമ പാവ്, പിന്നെ ബോംബെ കീമ, എന്തെല്ലോ പേരുണ്ട്. നമ്മളെ ഒരു ബായിൽ വരാത്ത എന്തെല്ലോ പേരുണ്ട്. പിന്നെ വേറെന്തോ ഉണ്ട് അങ്ങനെ അതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആ സൈഡെല്ലാം പോയെങ്കിലും ഒന്ന് പോയിട്ട് നോക്കുക. പിന്നെ ഞാൻ ഫുഡ് ആക്കുന്നുണ്ടില്ല, കുറേ ആൾക്ക് പേഴ്സണലായിട്ടും ഇൻസ്റ്റയിലായിട്ടും വലിയ മെസ്സേജ് അയക്കുന്നുണ്ട്. എങ്ങനെ തുടങ്ങിയത്, ഞങ്ങൾക്കും കൂടി തുടങ്ങാൻ ആശയുണ്ടായി, നീ ആക്കുന്ന കാണുമ്പോൾ ആശാന്ന് നമ്മളോട് ആരുമേങ്ങാൻ, അങ്ങനെ കുറേ ആൾക്ക് കുറേ ഡൗട്ടുണ്ട്. അപ്പോൾ ഇത് കഥ എന്തെന്നറിയോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കുറേ ബൾക്കായിട്ട് കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നത് എങ്ങനെ എടുക്കുന്നത്, എങ്ങനെ ആക്കുന്നത്, ഒക്കെ എങ്ങനെ ഇത്ര ഓർഡർ കിട്ടുന്നത്. ഇത് കഥ എന്തെന്നറിയോ, നമ്മൾ നേരെ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ടില്ല അളപ്പാനടുക്ക് കുറേ ആയി പോവാത്ത, കുറേ ആയി പോകാതെ. അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ടില്ലേ. ഞാനിപ്പോൾ ഈ അസുഖങ്ങൾക്ക് സുഖമില്ലാതെ അതിന് ശേഷം പോയിട്ടില്ല, ഒരു 1.5 കൊല്ലത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഓറെല്ലാം എപ്പോഴെങ്കിലും ഒരിക്കൽ പോയിക്കൊണ്ടേ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ കുറേ ആയി പോകുന്നത്. അപ്പോൾ അളപ്പാൻ്റെ അടുത്തപ്പോൾ എന്നെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി മറിച്ചിട്ടുണ്ടാവും. അതിനെല്ലാം ഒന്ന് നോക്കിയിട്ട് വരാനായിട്ട് നല്ല മസാല അടിപൊളിയാക്കിയിട്ട് ഇന്ത്യയിലെല്ലാം ആക്കിയിട്ട് അപ്പാൻ്റെ മോനും അങ്ങനെല്ലാം ഉണ്ട്, പെണ്ണെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോരാനെല്ലാം നല്ല സുന്ദരിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയിട്ടുള്ള പടാളമാടെല്ലാം ഒന്ന് വിഷം പറഞ്ഞിട്ടല്ലേ വരാനെല്ലാം പോയതാണ്. പോയ പാടനെല്ലാം നല്ല ചൂട് ഹോർലിക്സും പിന്നെ മറ്റേ ഇതാക്കിയിട്ടുണ്ടായത് മറന്നു ഇതെന്തിൻ്റെ പേര് ഞങ്ങൾക്ക് മറന്നു. അത് അങ്ങനെയാണ്, പെട്ടെന്നില്ലേ ബായിൽ വരും. സീറ അല്ലേ? സീറ അതാണ്. പെട്ടെന്ന് വരും, പെട്ടെന്ന് മറക്കും. അളമല്ലേ ഇങ്ങനെ കുറച്ചെല്ലാം ഐറ്റം പരീക്ഷിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം നോക്കും. പക്ഷെ അതെന്തോ ഒരു ടേസ്റ്റാണ് അളമ ആക്കിയ ഫുഡിനെല്ലാം. അളമാൻ്റെ തന്നെയാണ് ചെറുപ്പത്തിൽ ഞങ്ങൾ ഭയങ്കര ഇഷ്ടം. ഒരു ഉപ്പ പോലെ തന്നെ നമുക്ക് ആ ഒരു എളപ്പനാന്നത്. അപ്പോൾ ഞമ്മ അവിടെ അധിക ചെറുപ്പത്തിൽ നിൽക്കലുണ്ട് അവിടെ പോയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിന്നെങ്കിൽ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം അളമാൻ എളപ്പാനെല്ലാം. അവിടെ നിന്നിട്ട് നമ്മൾ എല്ലാം ചെറുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അളമാൻ്റെ മക്കളും നമ്മളെല്ലാം ഒരേപോലെയുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ നിൽക്കും അളമാണ്ട കുറേ നേരം ഉമ്മാവന്മാർ നല്ല ഫ്രണ്ട്ലിയാണ്. ഉമ്മായിട്ട് അനിയൻ്റെ ഓളെ പോലെയല്ല, ഒരങ്ങനത്തെ ഇതാണ് മഷാല്ല. അപ്പോൾ മുമ്പെല്ലാം കുറേ ഇതുണ്ട്. ഇപ്പം പിന്നെ മംഗലം കഴിഞ്ഞ് മക്കായി മാപ്പിളായി നമുക്ക് പോരായി മക്കെല്ലാം മംഗലം കഴിഞ്ഞിട്ട് പോയി അങ്ങനെ എല്ലാം ആയിട്ടാകുമ്പോൾ ഒരു നമുക്ക് പിന്നെ അങ്ങനെ പോകാൻ കഴിയുന്നില്ല അല്ലേ. എന്നാലും മസാല കിട്ടുന്ന ടൈമിലെല്ലാം അളമാണ്ട് നമ്മളെടുക്കും വരും, നമ്മളമ്മമാരെടുക്കും വരും. ഞങ്ങൾക്കൊരു ഉമ്മ ഉപ്പാനെ പോലെ തന്നെയാണ്. ഇപ്പം ആയെങ്കിലും ഞങ്ങൾക്കൊരു എന്തോ ഒരു അളമാണ്ടല്ലോ വന്നെങ്കിലൊരു അതിപ്പോൾ ഒരു എന്തോ ഒരു ചെല്ലാൻ കഴിയില്ല. അത് ആരെങ്കിലും ഇപ്പം ഞമ്മളപ്പ ഈ അളമാവും, പിന്നെ ഒരളമുണ്ട്, പിന്നെ ഒരളമുണ്ട്. പക്ഷെ അത് ഞങ്ങളുപ്പാവന്മാർ കുറേ അനിയന്മാരുണ്ട്, 2 കുഞ്ഞുമ്മാവും കുറേ അനിയന്മാർ അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്തോ ഒരു പൊൽസ് നമ്മൾ ഫാമിലി ഒരു കൂടിയെങ്കിലും ഇതാക്കി. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര മിസ്സാണ് നമ്മൾ ഉമ്മാനാണ്. നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ടെല്ലാം കുടുംബക്കെല്ലാം. അപ്പോൾ ഇത് കഥ എന്തെന്നറിയോ, അപ്പാനിടെല്ലാം പോയിട്ട് വന്ന് പിന്നെ നമ്മൾ എല്ലാവരും ഉമ്മാനിടെ ഉണ്ടായി. അങ്ങനെ പ്ലാനാക്കി നമ്മൾ കുഞ്ഞുമാനിടെ കൂടാതെ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായി. കുറേ സായി സംഭവം നടന്നിട്ട് ഇന്നലെ ഒന്നല്ല കുറേ സായി, ഒരു 10 ദിവസമെല്ലാം ആയി തോന്നുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് വരണ്ടേ എങ്ങനെ. അപ്പോൾ ഓരോരാൾ ഓരോരോ ഐറ്റം ആക്കിയിട്ട് സ്നാക്സ് കൊണ്ടുപോയിട്ട് അങ്ങനെ ഞാൻ അട്ടിപ്പത്തിരി ഉണ്ടാക്കി, ഏട്ടത്തി ഉന്നക്കായ ഉണ്ടാക്കി, അനിയത്തി ബ്രൗണി ഉണ്ടാക്കി, ആങ്ങളുടെ ഓള് പിന്നെ ബ്രെഡ് മറ്റേ ഉണ്ടാക്കിയ ഇറാനിപ്പോൾ ഉണ്ടാക്കി. അപ്പോൾ മസാല ഞാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഉളക്ക് സെറ്റാക്കി തന്ന് മുറിച്ചിട്ടും കട്ടാക്കിയിട്ടും ചിക്കൻ കയറ്റും വെജ് കയറ്റും അതിന് സെറ്റാക്കിയിട്ടും കറിവേപ്പ് കൊണ്ടുവന്നിട്ടും പേസ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളടുത്ത് കൊണ്ടുവന്നിട്ട് തരുമ്പോൾ നമുക്ക് ബേ ഒന്ന് സെറ്റാകുന്ന പോലെ ആണെന്നില്ലേ. അങ്ങനെ ഞാനിതാ ഓള് എല്ലാം റെഡിയാക്കി തരുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അട്ടിപ്പത്തി റെഡിയായി. ഞാൻ അടുത്തത് ഇറാനിപ്പോളില്ലേ അതിനൊന്ന് ലെയർ ആക്കിയിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഏട്ടത്തി ഉന്നക്കായ എൻ്റെ ഓളെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ അനിയത്തി ബ്രൗണി ഓവനിൽ വെച്ചിട്ട് ഓള് പുളമാറ ഫ്രഷ് ആക്കാനും റെഡി ആവാനെല്ലാം പോയി. പിന്നെ ഒരു ഭാഗത്ത് നെയ്ച്ചോറും കറിയെല്ലാം മുമ്പേ റെഡിയാക്കിയിട്ട് വെച്ചിന്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യം വരുമ്പോൾ ഇല്ലേ ഫുഡിൻ്റെ അടുത്ത് ഞാൻ തന്നെയാണ് നിൽക്കല ചെയ്യുക.
ഓർക്കെന്താ അത്ര ഒരു സെറ്റാകുന്നില്ല. എല്ലാവരും ഫുഡ് ഉണ്ടാക്കും, എല്ലാവരും ഫുഡിൻ്റെ സ്പെഷ്യൽ തന്നെയാണ് നമ്മളെ ഏട്ടത്തിന് ചോറ്. പക്ഷെ ഓർക്കത് അത്ര ലൈക്കാകുന്നില്ല. ഞാൻ ആളെ കൂടിയിട്ടാകുമ്പോഴെല്ലാം അങ്ങനെ ആകുമ്പോഴല്ലേ അവർക്ക് ഇങ്ങനെ വേഗം കൈമറിയുന്നില്ല, അങ്ങനത്തെ എല്ലാ പ്രശ്നമുണ്ട്. അപ്പം ഞാനെന്താക്കും ഈ അടുപ്പിൻ്റെ അടുത്ത് കുറേ എല്ലാം സെറ്റാക്കിയിട്ട് കാലിലടിക്ക് സെറ്റാക്കി തരും. ഉള്ളി കയറ്റും കട്ടാക്കിയിട്ടും തക്കാളി ഉള്ളി അങ്ങനത്തെ എല്ലാം മുറിച്ചിട്ടും കറിവേപ്പ് പറിച്ചിട്ടും പിന്നെ എന്തെങ്കിലും മിക്സിയിൽ അരക്കാനുണ്ടെങ്കിൽ അത് അരച്ചിട്ടും എന്തിന് ചട്ടി വരെ കയറ്റി ഇങ്ങനെ ഗ്യാസിൽ വെക്കും. അപ്പം നമുക്കെന്ത് ഫുഡ് ഉണ്ടാക്കുന്നോളൂ എന്നുള്ളൊരു ഒരു പേര്. പക്ഷെ എല്ലാം റെഡിയാക്കിയിട്ട് ബാക്കിൽ തരുന്നു നമ്മളിങ്ങനെ ഗ്യാസിലെടുത്തതിന് ചുള്ളിയെങ്കും എടുത്തെങ്കും ഒരുങ്ങിയെങ്കും മതി, അങ്ങനത്തെ കഥ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒന്നിച്ച് കൂടി അങ്ങനെ. അപ്പോൾ ഇതില്ലേ നമുക്ക് കുഞ്ഞുമ്മാനോട് പോകാനുള്ള ഒരുക്കങ്ങളാണ്. ആ ഒരുക്കത്തിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഓർഡർ എടുക്കുന്നതിൻ്റെ വിശേഷങ്ങളും കൂടി അത് പറഞ്ഞുതരാം. അപ്പോൾ കുറേ ആൾക്ക് ആശയുണ്ട് കാറ്ററിങ് തുടങ്ങാൻ. ഇപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് തന്നെ എല്ലാ പകുതി നാളുള്ള ആളും തുടങ്ങിയിട്ടും ഉണ്ട്, തുടങ്ങാൻ ആശയമുണ്ട് കുറേ ആൾക്ക്. അപ്പം എൻ്റെ വീഡിയോസിലുള്ള ഞാൻ റെസിപ്പി ഇതെല്ലാം കാണിക്കുമ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഓർഡർ പോവല്ലേ നീ ഇങ്ങനെ കാണിച്ചു കൊടുത്തങ്ങ്, നീ ചൊല്ലി കൊടുത്തത് നിങ്ങൾക്ക് ഇതാവും അങ്ങനെ ആവും, ഇങ്ങനെ കുറേ ഓരോരാൾ ഓരോരു മെയിൻ്റല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ എന്താ പറയുക, നമുക്ക് കിട്ടാനുള്ള പഠിച്ചോണ്ട് ഇച്ചിരണം അതെങ്ങനെയും കിട്ടും ഓർഡർ പറഞ്ഞു കൊടുത്തോണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് ഞങ്ങൾക്ക് കിട്ടാല, അല്ല ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും പഠിക്കൂ, അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ഇപ്പോൾ എത്ര യൂട്യൂബേഴ്സ് എത്ര റെസിപ്പി നല്ല പാങ്ങല നേരെ കാണിച്ചു തരുന്നു, എന്നിട്ട് ചെയ്യുന്നില്ലേ. പക്ഷെ നമുക്കത് തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചെങ്കിൽ കാണിച്ചില്ലെങ്കിൽ അത് കിട്ടുന്നത് തന്നെ ചെയ്യുമല്ലോ. അപ്പോൾ കുഞ്ഞുമാനെടുക്ക് നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുപോയതും ആടെ എത്തിയതും ആ വിശേഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റാർട്ടായ വിശേഷം കുറച്ച് ഞങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് ഇന്നലായിട്ടൊന്നും തുടങ്ങിയല്ലേ, ഏകദേശം 5 കൊല്ലമെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ തുടങ്ങിയിട്ട് കാറ്ററിങ്. അതുമല്ലാതെ ഞാൻ കാറ്ററിങ് പോലെ നിരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതുമല്ല. ഇപ്പോൾ ഒരെല്ലാം കൂടിയായ പാടില്ലേ, പിള്ളമാരെല്ലാം വലുതായി, പിള്ളേരെല്ലാം സ്കൂളിൽ പോയി, നമ്മളെ പണിയെല്ലാം ക്ലീനായി, പുതിയ പേരിൽ പണിയെല്ലാം ഒത്തരായിട്ട് ഇരുന്നിട്ടാകുമ്പോൾ എന്ത് പണിയില്ല, ഫ്രീ ടൈമായിട്ട് ഫ്രീയിൽ ഇരുന്നിട്ടുള്ളതൊന്നും. അപ്പോൾ എന്തൊക്കെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പണി എന്തെങ്കിലും ചെയ്യാം. ഇരിക്കുന്നതിന് നേരത്തില്ല ഞാൻ അങ്ങനെ ഇതാക്കിയതാണ്. ഫസ്റ്റ് ഞാൻ അസ്രൂൾ മാപ്പിളോട് ചോദിച്ചേ ഇങ്ങനെ നോക്കിയാൽ, അപ്പോൾ മാപ്പിളല്ലേ നിൻ്റെ ഇഷ്ടമോ, നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ചെയ്തോ, ചെയ്യുമെന്ന് ചെയ്യുന്നുണ്ടാവുമെന്ന് ശരിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താക്കൽ എന്നിട്ട് അങ്ങനെയാണ് ഫസ്റ്റ് ഞാനൊരു ഷോപ്പിൽ കുമ്പളയിൽ ചോദിച്ചിട്ട് മറ്റേ സ്നാക്സില്ലേ അതിൻ്റെ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് നല്ലെങ്കിൽ ഒരു 10 ഉള്ളിൽ ആ ഒരു അട്ടിപ്പത്തിരി, ഉന്നക്കായ, കട്ട്ലൈറ്റ് അത്ര തന്നെ 3 തരം ആക്കിയിട്ട് കൊടുക്കട്ടെ. അത് മേങ്ങോന്ന് ചോദിച്ചിട്ട് ഷോപ്പിൽ ചോദിക്കുമ്പോൾ നാണക്കടായിട്ടില്ലേ, മെരിച്ചിന് അങ്ങനെ നാണക്കടയിന്. ഫസ്റ്റ് ടൈമല്ലേ നമുക്ക് എങ്ങനെ പോകുന്നത്, എങ്ങനെ ചോദിക്കുന്നത്, എന്താക്കുന്നത് എന്നിട്ട് ഫസ്റ്റ് ഒരു ജ്യൂസെല്ലാം കുടിച്ച് അവിടെ പോയി ഷോപ്പിൽ പോയി ജ്യൂസ് ഞാനും ഏട്ടത്തിയാണ് തന്നെ ഫസ്റ്റ് പോയത്. ജ്യൂസെല്ലാം കുടിച്ചിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ എല്ലാവരോടും ചോദിച്ചു ഇങ്ങനെ ഉണ്ട് കൊണ്ടോ എടുക്കുമെന്നല്ല. അപ്പം എത്ര പൈസക്ക് 8 റുപ്യ അങ്ങനെ എന്തോ സ്റ്റാർട്ടിങ്ങിൽ 7 8 ശരിക്കും ഓർമ്മയില്ല, അത്ര പൈസക്ക് അന്ന് വാങ്ങിയത്. 7 8 5 പോട്ടെ എന്നിട്ട് നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിൽ കൊടുക്കാൻ തുടങ്ങിയതാണ്. ഫസ്റ്റ് ടൈം മാപ്പിളുടെ ഫാമിലിക്കാർക്കൊന്നും ഇഷ്ടമില്ല ഞാൻ കൊടുക്കുന്നത്. അപ്പം പെണ്ണുങ്ങൾ എന്താ അങ്ങനെ പണിയെടുക്കുന്നൊരു ഇതില്ല, നാണക്കേടല്ലേ. എല്ലാവരും നമ്മൾ ഫാമിലി ആരെങ്കിലും ഉണ്ട് ഇങ്ങനത്തെ എസികല്ലേ എന്നല്ല ചൊല്ലിച്ചാണ്ടിലെല്ലാം കൊടുത്തോണ്ട് ചോദിച്ചാൽ കൊണ്ടുപോകല അങ്ങനെ ഇങ്ങനെ എന്നല്ലേ. ഞാനിനി കൊണ്ടുപോകാതെന്ന് പറഞ്ഞിട്ടില്ലേ നല്ല ബോക്സ് ആക്കിയിട്ട് 2-3 കവറിലെല്ലാം ഇട്ടിച്ചല്ലോ അങ്ങനെല്ലാം ആക്കിയിട്ട് കൊണ്ടുപോയതാണ്. ഇനി മാറ്റി വെച്ചാറില്ല കൊണ്ടുപോകാതെ എന്നിട്ട് എന്നിട്ട് 2-3 ദിവസമായിട്ട് എന്തോ മനസ്സിലില്ല ചാ കൊണ്ടുപോകാൻ. ഇന്ന് കൊണ്ടുപോകും ഞാൻ, ഇനി കൊണ്ടുപോകാനെന്നിട്ട് ബേജാറില്ല. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ 5 മണിക്ക് എണിച്ചിട്ട് തന്നെ തുടങ്ങിയിട്ട് 8 മണിക്ക് ഷോപ്പിൽ പോയിക്കൊണ്ടതിന് അപ്പോൾ കൊടുക്കണമല്ലോ. എന്നിട്ട് റെഡിയാക്കിയിട്ടെല്ലാം വെച്ചിട്ട് ഒരു മനസ്സില്ലാതെ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ബേജാറാകുന്നില്ലേ. പക്ഷെ ഓറെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പം അങ്ങനെ കൊണ്ടുപോകുന്നൊന്നും വലിയൊരു ഇതില്ല, നാണക്കേട് തന്നെ സംഭവം. അപ്പം ഞാൻ എന്താക്കി കൊടുത്തിട്ട് ഇതിൻ്റെ തന്നെ കുറച്ച് അച്ചാർ ആ ഷോപ്പിലേക്കല്ല വേറൊരു ഷോപ്പിലേക്ക് അച്ചാറും കുറച്ച് ഇതാക്കിയിട്ട് കുറച്ച് അല്ലെങ്കിൽ ചെറിയൊരു 20 ഉറുപ്പിൻ്റെ കെട്ട് പോലത്തെ അങ്ങനത്തെ ഒരു കെട്ട്. അപ്പോൾ പൈസ എന്തൊരു ഇതേയില്ല, നമുക്കൊരു ഈ ഒരു ഉണ്ടാക്കുന്നൊരു ഇൻട്രസ്റ്റും ഒരു കൊടുക്കുന്നൊരു ഇൻട്രസ്റ്റിലില്ല, കിട്ടണമെന്നുള്ളൊരിതിൽ ചെറിയൊരു അച്ചാറിൻ്റെ കിറ്റാക്കിയിട്ട് അങ്ങനെ എല്ലാം കൊടുത്തിട്ട് പിന്നെ 2-3 ദിവസം കൊണ്ടുപോയി, പിന്നെ 2 ദിവസം കൊണ്ടുപോയിട്ട് അങ്ങനെ എന്തെല്ലാം ആയിട്ട് 2 ദിവസം കൊണ്ടുപോയിട്ട് ഉന്നക്കായൊക്കെ തീർന്നിട്ടായിട്ട് പകുതി പൈലോട്ട് തന്ന് അതെല്ലാം ഒരു ബേജാറായി, നിർത്താതിരിച്ച് ടെൻഷനായി, പിന്നെ എന്തെല്ലാം
എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയിട്ട് പോയിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഷോപ്പിലേക്ക് കൊടുത്ത്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മൂന്നാമത്തെ ഷോപ്പ്. അത് അത്ര തന്നെ കുറേ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടൊന്നുമില്ല, 10, 15, 15, 20 അങ്ങനെ തന്നെ ഒരു ഇത്തിരി തന്നെ കൊടുത്തിട്ടെല്ലാം ആയിട്ട് അതിങ്ങനെ പാത്രം കൊടുന്നുകൊണ്ടും അതൊരു വെച്ചുകൊണ്ടും ഒരു ഇങ്ങനെ മനസ്സിലാതെ മുന്നോട്ട് പോയിക്കൊണ്ട്. എന്നാലും ഞാൻ വിട്ടില്ല. എന്നിട്ട് ഞാൻ എന്താക്കിയറിയോ, ഒരാഴ്ച ആകുമ്പോഴേക്ക് ഒരു ഡെയിലി പൈസ തന്നിട്ടില്ല അവിടെ, ഒരാഴ്ചത്തെ 10 ദിവസത്തെ ഒന്നിച്ചിട്ട് തരാമെന്നില്ല. അങ്ങനെ തന്നു. അങ്ങനെ കൊടുത്തിട്ട് ഒരു കുറച്ച് ദിവസത്തെ പൈസ ഒരു 1000 ഉറുപ്പ്യൻ്റെ ഉള്ളിൽ ഒരു 100-600 അത്ര തന്നെ, അത്ര പൈസ ഉറപ്പിടൽ തോറി ചാൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത്. അന്ന് തിരിച്ച പൈസ കൊണ്ടുതന്നെ വിച്ചാക്കൊരു ഇൻട്രസ്റ്റ് വന്ന്, ഇങ്ങനെ നീ ആക്കി തരുന്നത് ഞാൻ കൊണ്ടുപോവാം. പൈസ കിട്ടിയിട്ട് കാണുമ്പോൾ വിച്ചാക്കൊരു മനസ്സായി കൊണ്ടുപോകാൻ. അങ്ങനത്തെ ഒരു മനസ്സാവും നമുക്ക് പിന്നെ ഡബിൾ മനസ്സായില്ലേ. അങ്ങനെ ഞാൻ എന്താക്കി മെല്ലെ അച്ചാറിട്ട് പിടണ്ടി ഇപ്പുറത്ത് തന്നെ ബേക്കറി ഉണ്ട്, അടുക്കച്ചാറ് ചെറിയ കിറ്റാക്കിയിട്ട് അങ്ങനെ കൊടുത്ത്. പിന്നെ ഈ ബേക്കറിയിൽ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റോടെ കൊണ്ടുപോകാൻ സ്നാക്സിനെല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് എല്ലാം ഇട്ടുകൊണ്ടേ അപ്പോൾ ഇങ്ങോട്ട് തോറുള്ള അച്ചാറെല്ലാം ചോദിക്കാൻ കഴിഞ്ഞ്. അപ്പോൾ മഷാലം ഇത് ചെറുതില്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ 8ൽ അങ്ങനെ എന്തോ പഠിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ മഷാലം ഇത് ഇങ്ങോട്ടെല്ലാം ഇങ്ങനെ കൊണ്ടുപോകും വേണമെന്ന് ഇട്ടിട്ട്. എല്ലാവരും ഈ എന്നെ ഫസ്റ്റ് എന്നെ ഉയർച്ചയിൽ എത്തിച്ച് എന്നല്ലേ എൻ്റെ ഈ മുളിയെടുക്കാറ് എന്നെ മഷാല, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ മഷാല ഇങ്ങോട്ട് തോർബേമേങ്ങും. അത് ലഡു ഉണ്ടായി, ബൂന്തിയില്ലേ മറ്റേ ആ ലഡുവിൻ്റെ പൊടി, അതുണ്ടായിക്കൊണ്ടായി ഇങ്ങനെ ഓരോരോ സ്റ്റേജായിട്ട് അത് മേങ്ങും, സ്നാക്സ് മേങ്ങും, അച്ചാർ മേങ്ങും, പുഡിങ് മേങ്ങും, കേക്ക് അങ്ങനെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പിന്നെ ഓരോന്ന് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മെല്ലെ ബേക്കറി കൊടുക്കുന്നതിന് നിർത്താൻ തുടങ്ങി. ഈ സ്നാക്സ് ഇതെല്ലാം കൊടുക്കുന്നുണ്ടായില്ലേ, അത് മെല്ലെ നിർത്തിയിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങോട്ടിൽ തന്നെ ദൂരത്തൊന്നുമല്ല നമ്മളെ ഈ ചുറ്റുപാടുകളിൽ തന്നെ ഓർഡർ വരാൻ തുടങ്ങി ഒരാളുടെ ആയിട്ട്. ഇതേ കാണുന്നെല്ലാം ഞങ്ങളെ കുഞ്ഞുമ്മാൻ്റെ അടുത്ത് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് നല്ല സ്നാക്സ് കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ചൂട് ചായ, കുഞ്ഞുമ്മാൻ്റെ തിരാമനെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മറ്റേ പത്തക്ക ജ്യൂസില്ല അതെല്ലാം തന്ന്. പിന്നെ ഫുള്ള് നമ്മൾ കൊണ്ടുപോയ എന്ത് സ്നാക്സ് ഐറ്റംസ് ഇല്ലേ, പലഹാരങ്ങൾ അതെല്ലാം നിരത്തി വെച്ച്. പിന്നെ ചൂട് ചായ, ചപ്പ വേണ്ടിയവർക്ക് ചപ്പ, മറ്റേ മധുരം വേണ്ടിയവർക്ക് മധുരം, കട്ടന് വേണ്ടിയവർക്ക് കട്ടൻ, അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ടേബിളിൽ നിരത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് വൈകുന്നേരത്തല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി കുഞ്ഞുമ്മാൻ്റെ വകയുള്ളത് എന്തറിയോ, നല്ല ചിക്കൻ കറിയും പൊറോട്ടയും നെയ്ച്ചോറ്, പത്തൽ, അങ്ങനെ എല്ലാം ആക്കിയിട്ട് രാത്രി ഏകദേശം ഒരു 9-10 മണിയോളം ഉണ്ടായിരുന്നു അമ്മാടെ. അപ്പോൾ ഈ വിശേഷങ്ങളെല്ലാം അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കി സ്റ്റോറി കേൾക്കണ്ടേ ചില അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്നാക്സ് എല്ലാം കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു നോമ്പ് വന്ന്. അപ്പോൾ സമൂസ വേണമല്ലോ, സമൂസയായി. പിന്നെ 5 സമൂസയെങ്കിൽ ഞാൻ ആക്കി കൊടുത്തോളൂ. 5 10 10 5 അങ്ങനെ ഇട്ട് അട്ടിപ്പത്തിരിയല്ലോ ഒന്ന് ഞാൻ മോഗ്രാൽ അപ്പോൾ ഉമ്മാനോട് പോയിട്ട്, അപ്പോൾ ഉമ്മാനോട് നിൽക്കാൻ പോയിട്ടാകുമ്പോൾ ഞാൻ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കെല്ലാം പോകും. അപ്പോൾ ആരെങ്കിലും അപ്പം വേണം സ്നാക്സ്. അപ്പോൾ ഇതെന്താ പറയുക, എല്ലാവരും മകരി പുസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മാമാൻ്റെയും പേരിൽ എല്ലാവരും അസീന ഓതുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് കൂടുമ്പോഴല്ലേ ഉപ്പാനും ഉമ്മാനും മാമാനെല്ലാം ഭയങ്കര മിസ്സാണ്. എൻ്റെ ഉപ്പ മരിച്ചിട്ട് 40 ദിവസം കഴിയുമ്പോൾ ഉപ്പാൻ്റെ ഉമ്മ മരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കൂട്ടത്തിൽ കൂടുമ്പോൾ ഭയങ്കര മിസ്സാണ്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് അസീന ഓതിയിട്ടും എന്തുമായിരുന്നിട്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇല്ലേ പിന്നെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാനേടോ പറഞ്ഞിട്ട് പകുതിയിലൊന്ന് നിർത്തിയിട്ടേ ബാക്കി പറയണ്ടേ വന്നിട്ട് വിളിച്ചെങ്കിൽ ഞാൻ അപ്പം തന്നെ വന്നിട്ട് ഷാക്കിട്ട് ഓർക്കെല്ലാം ചൊടി വന്നുകൊണ്ടായി. അതൊരു ഓർഡറല്ലേ അതിനളക്ക് പട്ടിപ്പത്തിരിക്കൽ വെറും 80 ഉറുപ്പ്യ ഞാൻ എടുക്കൽ. അപ്പോൾ ആ പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ തരാം, നീ അതിനെ വിട്, നാളെ പോവാം, വന്നേനെങ്ങനെ പോവാം, എന്തായാലും ഞാൻ നിൽക്കല. ഞങ്ങൾക്കത് കൊടുക്കാതെ സമാധാനം, പിന്നെ അത് കൊടുത്തിട്ടാണ് നമുക്കൊരു സമാധാനമാണെങ്കിൽ അത് ഞാനില്ലേ ഈ 80 ഉറുപ്പ്യൻ്റെ അട്ടിപ്പത്തിരിക്ക് 180, 120, 200 രൂപ രക്ഷ കൊടുത്തിട്ടാണ് നമുക്ക് വരുന്നത്. അത് പൈസ കിട്ടും. അങ്ങനെ അത് കൊടുത്തിട്ടാണ് നമുക്ക് പിന്നെ ഒരു സമാധാനമാണെങ്കിൽ. അത് ഇതെന്താ പറയുക, പൈസാൻ്റെ ഒരു ആശയമൊന്നുമല്ല, കൊടുക്കാനുള്ളൊരു ത്വര എന്നല്ല ചോദില്ല, അത് അവർ ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് അത് മസാല കൊടുത്തിട്ടായി. പിന്നെ ഞാൻ വിചാരിച്ച് ഇനി നമുക്കൊരു പേര് വെക്കാം എന്തെങ്കിലും ഫുഡിനെല്ലാം. അങ്ങനെ വെറുതെ അപ്പോൾ തന്നെ ചെറിയ കുഞ്ഞ് തന്നുവിൻ്റെ തന്നാസ് കിച്ചൺ തന്നെ വെറുതെ ഇടാൻ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു പേര് പോലെ വെറുതെ എന്തിങ്ങനെ അങ്ങനെ ആകുന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഇട്ടല്ല, ജസ്റ്റ് ഒരു പേരിട്ടതാണ്. അങ്ങനെ തന്നാസ് കിച്ചൺ എന്ന് പേരിട്ടിട്ട് അതിൻ്റെ സ്റ്റിക്കറെല്ലാം അടിച്ച് കുറച്ച് ഒരു 50 പൈസ 100 പൈസ അങ്ങനെ എന്തോ സ്റ്റിക്കർ അടിച്ച് പിന്നെ ചെറിയ കവറെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ ലൈറ്റ് ഇങ്ങനെ മെല്ലെ ആയിട്ട്. പിന്നെ ഒരു ബിരുന്നിൻ്റെ അല്ല ഓർഡർ, ഫസ്റ്റ് ടൈം നമുക്ക് ബിരുന്നിൻ്റെ ഓർഡർ തന്നത് ഇങ്ങോട്ട് തന്നെയാണ്.
എല്ലാം ഫസ്റ്റ് ഞാനിങ്ങനെ എന്തെങ്കിലും സ്റ്റാറ്റസ് കാണുമ്പോൾ അതെല്ലാം ഇങ്ങോട്ടത്തെ പിള്ളമാർ ഉമ്മമാരെല്ലാം വേണമെന്നിട്ട് മേങ്ങും കുബൂസ് അൽഫാം കുറേ കുബൂസെല്ലാം ഞാൻ ചുട്ടോണ്ടായി മുമ്പ്. പക്ഷെ ഇപ്പോഴെല്ലാം കുബൂസെല്ലാം ചുടാതെ കുറേ ആയി. അങ്ങനെ എന്തെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതുണ്ടാ അതുണ്ടാന്ന് ചോദിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് തുറന്നെയാണ് തന്നെ വളർത്തി മഷാല ഇത്ര വരെ എത്തിച്ചത് ഞാൻ ഒരിക്കലും മറക്കല. ഇനി ഞാൻ എത്ര ഉയർച്ചയിലെത്തിയാലും ഞാൻ ഇങ്ങോട്ടുള്ള തുറന്നെ ഫസ്റ്റ് ടൈം എന്നെ കൈ പിടിച്ചിട്ട് ഉയർത്തിയത് ഞാൻ ഒരിക്കലും ഞാൻ മറക്കല. പേരെടുത്ത് പറയുന്ന കുറേ ആളുണ്ട്. ഈ തലേനാഥലോളുള്ളവരെല്ലാം ഉസ്താൻ്റെ ചോറായെങ്കിലും സ്നാക്സ് ആയെങ്കിലും ആരെങ്കിലും ഓരോ വിരുന്നിന് ഫംഗ്ഷൻ ഗസ്റ്റ് ആരെങ്കിലും പരിക്ക് വന്നെങ്കിൽ അപ്പം വിളിച്ച് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാ എന്തെങ്കിലും ഉണ്ടാ അതിൻ്റെ അടുത്ത് നിന്ന് ആക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുറച്ചെല്ലാം ബാക്കി കൊടുത്തോണ്ടായി 1 മണിക്കൂറിൽ അരമണിക്കൂറിലെല്ലാം. അല്ലെങ്കിൽ ആറ്റെങ്കിലും ബർത്ത്ഡേ ഫാമിലിയിലുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കേക്ക് ഉണ്ടാകുന്നെല്ലാം കേട്ടിട്ട് അങ്ങനെ എന്തിനോറ് എന്നോട് തന്നെയാണ് മഷാല്ല എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു നിലയിലെത്തിയത്. ഇപ്പോൾ മാത്രം എല്ലായിടത്തും 4 ഭാഗത്തു നിന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ കമൻ്റ് ആക്കാവേ. അപ്പോൾ ഇൻഷാല്ല ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളും പറയാം. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര കുറേ ആയല്ലേ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിച്ചാ കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലേ നിങ്ങൾ പറയാമേ. അങ്ങനെ കുഞ്ഞുമാരുടെ പോയിട്ട് കുഞ്ഞുമാരുടെ കഥകളും അടുത്ത ചിരിയും അടുത്ത കൗച്ചിയും എല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഓരോരോ പെരക്ക് പോയതാണ്. അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ ഫാമിലിയിലെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരില്ലേ ഫാമിലി മീറ്റെല്ലാം വേണം. നമ്മളെ ഈ ഫോണും മൊബൈലും പിള്ളമാർ അതന്നല്ലേ. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ പിള്ളമാർക്കില്ലേ കുടുംബബന്ധം എന്ത് എന്നിങ്ങനെ കുറഞ്ഞോണ്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മളെ പെരക്കന്നെ ആരെങ്കിലും വന്നെന്ന് വിചാരിച്ചു പിള്ളമാർ വന്ന് ഡോർ തുറന്ന് ഓറ് ഫോണും കൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയില്ലേ. ഓർക്ക് ഇതാര് വന്നത്, ഇത് ഉപ്പാൻ്റെ ഫാമിലിയാ ഉമ്മാൻ്റെ ഫാമിലിയാ അല്ല ഫ്രണ്ട്സാ അല്ല അറിയുന്നവർ വന്നത് എന്ത് നമ്മളെ മക്കൾക്ക് അറിയോ. അതിൽ നിന്നെല്ലാം നമ്മൾ മക്കളെ മാറ്റം വരുത്തണം. അങ്ങനെ എന്താക്കണം അറിയോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഈ ഫാമിലി മീറ്റ് വെക്കണം. അതെന്തായാലും നമ്മൾ വെക്കണം. എല്ലാവരും ഒന്നിച്ചിട്ട് കൂടിയിട്ട് ആ മൊബൈലിനെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ചിരിയും ഒരു കളിയും ഒരു വിസിയല്ലായിട്ട് ഉമ്മാൻ്റെ ഫാമിലിക്കും ഉപ്പാൻ്റെ ഫാമിലിക്കും അത് ഉപ്പാൻ്റെ വേറെ ഇല്ല എല്ലാ 2 ഫാമിലിയും ഒരേപോലെ കണ്ടിട്ട് നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് ഇങ്ങനെ ഇത് കുഞ്ഞുമ്മ ഇതാളമ്മ ഇത് മുത്തമ്മ ഇതാളപ്പ ഇതാളപ്പൻ്റെ ഇത് പുള്ളി ഇത് കാക്കാൻ്റെ പുള്ളി ഇളപ്പൻ്റെ പുള്ളി നമ്മളെ എല്ലാവരെയും നമ്മളെ മക്കൾക്ക് നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് കൊടുക്കണം. അപ്പം നമ്മളെ കാലം കഴിഞ്ഞ ശേഷം ആ മക്കത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇപ്പം നമ്മൾ പഠിപ്പിച്ചിട്ട് എന്തായാലും കൊടുക്കണം. ഇപ്പോഴത്തെ ജനറേഷന് ഇപ്പോഴത്തെ പിള്ളമാർക്ക് പഠിപ്പ് ഫോണ് ഓരോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അത്ര തന്നെ അതിനപ്പുറം ഒരു ലൈഫില്ല അവർക്ക്. അതുകൊണ്ട് നമ്മൾ എന്താക്കാം നമ്മൾ അങ്ങനെ അളക്കാൻ കാലം നമ്മൾ ഇങ്ങനെ നല്ല പിരിസാക്കിയിട്ട് മക്കളോട് നേരെ പഠിപ്പിച്ച് പറഞ്ഞെല്ലാം കൊടുക്കുക. ഇങ്ങനെ കഥ അങ്ങനെ ആക്കാനാവാ ഇത് നമ്മളെ ഫാമിലിക്ക് പോകണം, ഇടയ്ക്കിടയ്ക്ക് പോകണം, മെസ്സേജ് അയക്കണം, ഫോൺ വിളിക്കണോ, നല്ല ഇങ്ങനെ കുടുംബ ബന്ധം പുലർത്തണം എന്നല്ല ചൊല്ലിട്ട് ഞമ്മക്കറിയുന്ന പോലെ പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷേ പണ്ടെല്ലാം എൻ്റെ ഉപ്പ ഉമ്മ എല്ലാം അങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരല്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം നമ്മളെ മാപ്പിളുടെ ഫാമിലിനായെങ്കിലും ഉമ്മാൻ്റെ ഫാമിലിനായെങ്കിലും ഉപ്പാൻ്റെ ഫാമിലിനായെങ്കിലും ഭയങ്കര കാര്യമാണ്. ഓരെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു ജീവൻ കിട്ടിയ പോലെ അങ്ങനത്തതാണ്. നമ്മളെ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ ഭയങ്കര പോക്കും പെരുത്തും വെക്കലും കൊടുക്കലും എല്ലാം കുറച്ച് കൂടുതൽ തന്നെ ഈ പ്രഗ്നൻ്റ് ആയിട്ടാകുമ്പോൾ നോക്കാൻ പോകല് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ മംഗലം വരുന്ന അങ്ങനത്തെ എല്ലാം വരുമ്പോൾ ഒരു മുമ്പ് തന്നെ പോയിട്ട് ഒരു 2 ദിവസം മുമ്പ് വരല് അങ്ങനത്തെ എല്ലാവരും ഇങ്ങനെ ഈ എന്താ ഒരു പിരിശം കുറച്ച് കൂടുതൽ തന്നെ. അത് നമ്മളെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ കുടുംബക്കാരെ കുറ്റം പറിച്ചല് നമ്മളെ മക്കളെ എതിർ പറയൽ ഓറിങ്ങനെ എന്നിട്ട് നമ്മളെ മക്കളോട് ചെല്ലൽ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ അത് കണ്ടിട്ട് തന്നെയല്ലേ പിന്നെ നമ്മൾ മക്ക പഠിക്കുന്നത്. ഉമ്മ അങ്ങനെ ചെല്ലിക്കൊണ്ടായി ഓള അങ്ങനത്തെ നെല്ലിക്കൊണ്ടായി ഓനിങ്ങനത്തെ ഉമ്മ ചെല്ലിക്കൊണ്ടായി എല്ലാം അത് കേട്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. അപ്പോൾ എന്താ കഴിഞ്ഞത്ര നമ്മൾ മക്കളെ മുമ്പിൽ കുടുംബക്കാരെ നല്ല വാങ്ങളെ പിരിച്ചാക്കാൻ പഠിപ്പിക്കുക. അത് കണ്ടിട്ട് നമ്മളെ മക്കൾ മാഷാഅല്ലാഹ് വളരും. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളെ മക്കളും നല്ല നിലയിൽ അങ്ങനെ പഠിക്കട്ടല്ലേ. എല്ലാ മക്കളെയും സ്വാലീയങ്ങളാക്കട്ടെ. ഇപ്പോഴത്തെ മക്കൾ ഓരോരോ പോക്കും ഓരോരോ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാണ്. ഇപ്പം നമ്മളെ മക്കൾ മാഷാഅല്ലാഹ് ഇത്രയും ഇനിയുള്ള ജനറേഷൻ ചെറിയ മക്കൾ വലുതായിട്ട് വരുമ്പോൾ ഇനി പേടിയാകുന്നതല്ലേ. അപ്പം എല്ലാവരും മക്കളെയും പഠിച്ചോണ്ടാക്കട്ടെ. ഞാൻ ഏതോ വിഷയം പറഞ്ഞിട്ട് എടുക്കോ എത്തിയല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പാർട്ട് 2 ആണെങ്കിൽ നിങ്ങൾ കമൻ്റൊക്കെ വേണമെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്ക് കമൻറ്റ് മസ്റ്റാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.